ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ഈ ലോകത്തുള്ള സകല വസ്തുക്കളും കുറച്ചുനാൾ അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്കതിലുള്ള പുതുമ നഷ്ടപ്പെടുകയും വീണ്ടും ഒരു വ്യർത്ഥത, അതിലൊക്കെ ഒരു വ്യർത്ഥത തോന്നുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഭഗവാനിൽ ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും വേണ്ട എന്ന് തോന്നുകയും അതേസമയം ആ ഭക്തിയിലിരിക്കുന്നത് ഒരിക്കലും മടുക്കാത്തതും? അതിൻ്റെ കാരണം ഞാൻ എന്ന് പറയുന്നത് ആ ജീവനാണ്, അതായത് ഈശ്വരനാണ്. നമുക്ക് നമ്മെ തന്നെയാണ് എപ്പോഴും ഇഷ്ടം. നമ്മളല്ലാത്ത വസ്തുക്കളിൽ ഒരുപാട് കാലം ഒരുപാട് നേരം രസിച്ചിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഭൗതികമായ വസ്തുക്കളിൽ ഒന്നിലും തന്നെ നമുക്ക് ആത്യന്തികമായി സുഖം കണ്ടെത്താൻ സാധിക്കാത്തത്. അതാണ് 50-ാമത്തെ ശ്ലോകം. ഹരിഹി ദേഹഭൃതാം ആത്മാ ഹരിർദേഹഭൃതാമാത്മാ സ്വയം പ്രകൃതിഹി ഈശ്വരഃ പ്രകൃതിരീശ്വരഃ തത്പാദമൂലം ശരണം യതഃ ക്ഷേമഃ ക്ഷേമോ നൃണാമിഹ. ഹരിഹി ഭഗവാൻ ശ്രീഹരി ദേഹഭൃതാം സമസ്തദേഹികളുടെയും ആത്മാവും ഈശ്വരഃ നിയന്താവും സ്വയം പ്രകൃതിഹി ഈ ദേഹമുണ്ടാകാൻ സ്വതന്ത്രമായ കാരണവും ആയിരിക്കുന്നത് ആ ഈശ്വരനാണ്. അതിനാൽ അവർക്ക് ആ ഭഗവാൻ അല്ലാതെ തത്പാദമൂലം ആ ഭഗവാന്റെ പാദാന്തികം മാത്രമേ ശരണം രക്ഷയായിട്ടുള്ളൂ. ഇഹ ഈ ലോകത്തിൽ നൃണാം മനുഷ്യർക്ക് യതഃ യാതൊരു ഹരിപാദത്തിൽ മാത്രമേ ക്ഷേമഃ നിത്യമായ സുഖം ലഭിക്കുകയുള്ളൂ. നമ്മുടെ വീട് നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അത് കൂടുതൽ പ്രിയപ്പെട്ടതാകുന്നത് ആ വീട് വിട്ട് കുറച്ചു നാൾ മറ്റെവിടെയെങ്കിലും പോയി നിൽക്കുമ്പോഴാണ്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വിനോദയാത്ര പോയാലും അല്ലെങ്കിൽ തീർത്ഥസ്ഥാനങ്ങളിൽ പോയി എത്രയൊക്കെ ദിവസങ്ങൾ അവിടെ നിന്നാലും കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ ഒരു വ്യഗ്രത എപ്പോഴും ഉണ്ടാകും. എത്ര സുഖകരമായ താമസ സ്ഥലത്ത് നമ്മൾ ഉറങ്ങിയാലും സ്വന്തം വീട്ടിൽ സ്വന്തം കിടക്കയിൽ കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു സുഖം മറ്റെവിടെയും നമുക്ക് കിട്ടില്ല. അതിൻ്റെ ഒരു സുരക്ഷിതത്വം അത് വളരെ വലുതാണ്. അത് എത്ര ചെറിയ വീടുമാകട്ടെ വലിയ വീടുമാകട്ടെ, നമ്മുടേത് എന്ന് പറഞ്ഞിട്ടൊരു ഇടമുണ്ടെങ്കിൽ അത് നമ്മുടെ വീടാണ്. ഇതുപോലെ നമ്മുടേത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാത്രമായിട്ടുള്ളത് അത് നാം തന്നെയാണ്, അതായത് ഞാനാകുന്ന ഈശ്വരൻ. അതുകൊണ്ടാണ് ഈശ്വരനിൽ ഭക്തി ഉറച്ചു കിട്ടിയാൽ പിന്നെ മറ്റൊന്നും നമുക്ക് രസിക്കാത്തത്. മറ്റെവിടെയൊക്കെ മനസ്സ് പോയാലും വീണ്ടും തിരിച്ച് ഭഗവാനിലേക്ക് വരാൻ കൊതിക്കുന്നതും അതുകൊണ്ടാണ്. ഭഗവാനിൽ രുചി ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു കാര്യങ്ങളിൽ മനസ്സ് പോകാതിരിക്കുന്നതും അതുകൊണ്ടാണ്. കാരണം യഥാർത്ഥത്തിൽ എല്ലാ പ്രാണികളും ആ പ്രാണികളുടെയൊക്കെ സ്വത്വം ഞാൻ എന്ന് പറയുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരനെ അറിഞ്ഞു തുടങ്ങുമ്പോഴാണ് ജീവിതത്തിന് ഇത്രയും രസമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക. ബാക്കിയെല്ലാം നമുക്ക് മടുക്കും. അത് ഇഷ്ടപ്പെട്ട ഭക്ഷണമാകട്ടെ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാകട്ടെ, കൂട്ടുകാരുമൊത്തുള്ള സംസാരം, വർത്തമാനങ്ങളാകട്ടെ, കൂടിച്ചേരലുകളാകട്ടെ, എല്ലാം കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നെ നമ്മൾ അത് സന്തോഷം കണ്ടെത്താൻ എന്തൊക്കെയോ വിടുവായുത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വെറുതെ പൊട്ടിച്ചിരിക്കാൻ എന്തൊക്കെയോ പറഞ്ഞ് കാട്ടിക്കൂട്ടലുകളാണ്. പിന്നീട് അതിനൊരു ആത്മാർത്ഥതയൊന്നും ഉണ്ടാവുകയില്ല.
ആദ്യം കാണുമ്പോഴുള്ള ഒരു 5 മിനിറ്റ് നേരത്തെ ഒരു വർത്തമാനത്തിനൊരു രസമുണ്ടാകും, പിന്നെ എല്ലാം ഇങ്ങനെ നീട്ടിവലിക്കലാണ്. അതേസമയം ഭഗവാനിൽ മനസ്സുറപ്പിച്ച് നമ്മൾ ഈ ലോകത്തെ മുഴുവൻ ആസ്വദിക്കാൻ തുടങ്ങിയാൽ മടുക്കുകയേയില്ല. കാരണം എല്ലായിടത്തും നമുക്ക് ഈശ്വരന്റെ സാന്നിധ്യം അറിഞ്ഞു തുടങ്ങും, അറിയാൻ സാധിക്കും. എന്ത് കാണുമ്പോഴും ഒരു സന്തോഷം, കുറച്ചു നേരം വീട്ടിൽ വെറുതെ ഇരുന്നാലും ഒരു സന്തോഷം, പുറത്തു വന്നിരുന്ന് ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു സന്തോഷം, പ്രകൃതിയുടെ സ്വാഭാവികമായ ചലനങ്ങളും ആ ശബ്ദങ്ങളും കേൾക്കുമ്പോൾ ഒരു സന്തോഷം, ഓരോ മനുഷ്യനെയും കാണുമ്പോൾ അവരെ നിരീക്ഷിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു കൗതുകം നമുക്ക് തോന്നും. എല്ലാവരിലും ഒരു ഈശ്വര ചൈതന്യത്തെ നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് വരുന്ന മാറ്റം ഇതൊക്കെയാണ്. ഒന്നും വേണ്ട, വെറുതെ ഇരുന്നാലും ഒരു ആനന്ദം, അത് മടുക്കുകയേയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമ്മൾ തേടി നടന്നത് നമ്മളെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഹരിഭജനം നമുക്ക് മടുക്കാത്തത്? അല്ലെങ്കിൽ ഹരിയിൽ പ്രേമമുദിച്ചാൽ പിന്നെ ആ രസച്ചരട് ഒരിക്കലും മുറിയാത്തത് എന്തുകൊണ്ടാണ്? 51-ാമത്തെ ശ്ലോകം. സഹവൈ സവൈ പ്രിയതമഃ ച ആത്മാ പ്രിയതമശ്ചാത്മാ യതഃ യതോ ന ഭയം അണു അപി ഭയമണ്ണു അപി ഇതി വേദഃ സഹവൈ സവൈ വിദ്വാൻ യഹ യോ വിദ്വാൻ സഹ ഗുരുഹു ഹരി ഗുരുർ ഹരി. യത് യാതൊരുവനിൽ നിന്ന് അണു അപി അണുമാത്രം പോലും ഭയം ന ഭീതി ഉണ്ടാകുന്നില്ലയോ സഹവൈ അവൻ മാത്രമാണ് പ്രിയതമഃ ഏറ്റവും പ്രിയപ്പെട്ടവനും നമ്മുടെ ആത്മാച്ച ആത്മാവും. ഈ ലോകത്ത് നമ്മെ ഭയപ്പെടുത്താത്ത വേദനിപ്പിക്കാത്ത ഒരു ബന്ധവും ഇല്ല. അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ ആകുലത എന്ന് പറയുന്നത് മക്കളാണ്. മക്കൾ ഒരേ സമയം സന്തോഷവുമാണ് ആകുലതയുമാണ്. അതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. കുഞ്ഞ് ജനിച്ചു തുടങ്ങുന്ന അന്ന് തുടങ്ങും സന്തോഷവും ആകുലതയും, രണ്ടും ഒരേ സമയത്ത് വരും. കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സന്തോഷമാണെങ്കിലും ഒരു ചെറിയ ജലദോഷം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കുഞ്ഞിൻ്റെ അസ്വസ്ഥത നമ്മെ ആകുലപ്പെടുത്തുന്നു. ഇനി വളരുന്ന സമയത്ത് ഞാൻ പറയേണ്ടതില്ല, എല്ലാവരും ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയവരാണ്. അവരുടെ കൗമാരപ്രായം പിന്നെ പറയണ്ട, ആകുലതകളുടെ അങ്ങേയറ്റമാണ്. അതിനിടയിൽ നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് വീട്ടിലൊരു യുദ്ധമായി തീരും. ഇങ്ങനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ് ഈ ലോകത്ത് നമുക്ക് വേദനയെ തരുന്നതും ഭയത്തെ തരുന്നതും ആകുലതകളെ തരുന്നതും. അത് പലപ്പോഴും അവരറിഞ്ഞുകൊണ്ടായിരിക്കില്ല, പക്ഷെ നമ്മളായിട്ട് ആകുലപ്പെടും. അവരെ കുറിച്ചുള്ള സ്നേഹപാശത്താൽ കുറച്ചു നേരം വൈകിയാൽ, ഫോണിൽ വിളിച്ചൊന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആകുലപ്പെടും. അത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ സ്നേഹിച്ചിട്ട് നമ്മെ സ്നേഹിക്കുന്ന ആരിൽ നിന്നാണോ അണുപോലും നമുക്ക് ഭയമില്ലാത്തത്, അങ്ങനെയുള്ള ഒരേ ഒരു ശക്തി, ഒരേ ഒരു ചൈതന്യം, അത് ഈശ്വരൻ മാത്രമാണ്. ഇതിയഹ ഈ ഒരു തിരിച്ചറിവ് ആർക്ക് വേദ ഉണ്ടാകുന്നുവോ, അല്ലെങ്കിൽ ആരാണോ ഇങ്ങനെ ഒരു തിരിച്ചറിവ് നേടുന്നത്, സഹവൈ വിദ്വാൻ അവനെയാണ് ജ്ഞാനി എന്ന് വിളിക്കുന്നത്. യാതൊരുവനാണോ വിദ്വാനായിട്ടുള്ളത്, ജ്ഞാനിയായിട്ടുള്ളത്, സഹ ഗുരുഹു ആ ജ്ഞാനിയാണ് പിന്നീട് പരമഗുരുവായി തീരുന്നത്. ആ ഗുരു തന്നെയാണ് സാക്ഷാൽ ഹരിഹി, ശ്രീഹരി എന്ന് പറയുന്നത് ആ പരമഗുരു തന്നെയാണ്. അപ്പോൾ അറിവ് എന്ന് പറയുന്നത് ഭഗവാനെ അറിയലാണ്. ആ അറിവ് ഒരിക്കലും നമുക്ക് അഹങ്കാരത്തെ ഉണ്ടാക്കുകയില്ല. അതേസമയം ഭഗവാനെ പറ്റിയുള്ള അറിവ്, ഭഗവാനെ അറിയലല്ല, ഭഗവാനെ കുറിച്ചുള്ള കഥകൾ അല്ലെങ്കിൽ ഭഗവാന്റെ ആചാരാനുഷ്ഠാനങ്ങൾ, ഭഗവാനുമായി ബന്ധപ്പെട്ട അറിവുകളാണ്
നമ്മിൽ അഹങ്കാരത്തെ ഉണ്ടാക്കുന്നത്. എനിക്കിതെല്ലാം അറിയാം എന്ന ഒരു ഭാവത്തെ ഉണ്ടാക്കുന്നത്. എന്നാൽ എപ്പോൾ മുതൽ ഭഗവാനെ അറിഞ്ഞു തുടങ്ങുന്നുവോ അപ്പോൾ ഈ അഹങ്കാരം നിശേഷമില്ലാതെയാകും, സർവദാ ആനന്ദം മാത്രമായി തീരും. 52ാമത്തെ ശ്ലോകത്തോടെ പുരഞ്ജനോപാഖ്യാനവുമായി ബന്ധപ്പെട്ട് നാരദ മഹർഷി പറഞ്ഞ കാര്യങ്ങൾ ഈ രീതിയിൽ അദ്ദേഹം ഉപസംഹരിക്കുകയാണ്. പ്രശ്നഃ ഏവം ഹി പ്രശ്ന ഏവം ഹി സംഛിന്നഃ സംഛിന്നോ ഭവതഃ പുരുഷർഷഭ അത്ര മേ വദതഃ വദതോ ഗുഹ്യം നിശാമയ സുനിശ്ചിതം. ഭവതഃ പ്രശ്നഃ, അങ്ങയുടെ ഈ ചോദ്യം, അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഏവം ഹി, ഈ രീതിയിലൊക്കെ ഞാനിതാ ഉത്തരം പറഞ്ഞ് അങ്ങയുടെ സംശയം സംഛിന്നഃ, പരിഹരിച്ചിരിക്കുന്നു. ഇനിയും അത്ര, ഈ വിഷയത്തിൽ സുനിശ്ചിതം, നല്ലതുപോലെ ആലോചിച്ച് നിർണയിക്കപ്പെട്ടതും, അതായത് ഈ ഒരു കാര്യവും കൂടെ അങ്ങയോട് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ കൂടുതലായി ഒരു വിരക്തി വന്നേക്കാം. അങ്ങനെ ഗുഹ്യമായിട്ടുള്ളൊരു രഹസ്യത്തെ ഞാൻ വദതഃ പറയുമ്പോൾ അങ്ങ് ശ്രദ്ധയോടെ നിശാമയ കേട്ട് ധരിച്ചു കൊള്ളുക. കാരണം ഈ വിരക്തി എന്ന് പറയുന്നത് ഒരു തവണത്തെ ഒരു പ്രഭാഷണം കേട്ടതുകൊണ്ട് മാത്രം വരുന്ന ഒന്നല്ല. അതാണ് എപ്പോഴും പറയുന്നത്, ശ്രവണം ഒരു ഘടകം മാത്രമാണ്, അതിൻ്റെ കൂടെ തന്നെ വരേണ്ട ഒന്നാണ് മനനം. ഇതില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ഈ കേട്ടതൊക്കെ കുടം കമിഴ്ത്തി വെള്ളമൊഴിക്കുന്നത് പോലെ അങ്ങ് പോകും, ചെവിയിലൂടെ കേട്ട് അങ്ങനെ അങ്ങ് ഒഴുകിപ്പോകും. ആ കേട്ടതിനെയൊക്കെ മനസ്സിൽ പിടിച്ചിരുത്തി വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ മനനം ചെയ്യണം. എങ്കിൽ മാത്രമേ അത് മനസ്സിൽ ഉറച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രാചീന ബർഹിസിന്റെ ഇപ്പോഴത്തെ ഭാവത്തിൽ നിന്ന് തന്നെ നാരദ മഹർഷിക്ക് മനസ്സിലായി എന്തൊക്കെയോ അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ടൊന്നും ആ വിരക്തിയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യവും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങത് ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് ഈ പുരഞ്ജനോപാഖ്യാനം പറഞ്ഞ് അത്രയും വിവരിച്ചല്ലാതെ എന്നാൽ ചെറിയൊരു കാര്യം, അതായത് പറയേണ്ട തത്വത്തെ ഒരു ചെറിയ കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. 53ാമത്തെ ശ്ലോകം. ക്ഷുദ്രഞ്ചരം സുമനസാം ശരണേ മിഥിത്വാ രക്തം ഷഡംഘ്രിഗണ സാമസു ലുബ്ധകർണം അഗ്രേ വൃകാൻ അസുതൃപഃ വൃകാൻ അസുതൃപോ അവിഗണയ്യ യാന്തം പൃഷ്ഠേ മൃഗം മൃഗയ ലുബ്ധക ബാണഭിന്നം. ഒരു കടങ്കഥ പോലെയാണ് പറയുന്നത്. സുമനസാം ശരണേ, ഒരു പുഷ്പവാടികയ്ക്കുള്ളിൽ ക്ഷുദ്രഞ്ചരം, പുല്ലുമേഞ്ഞുകൊണ്ടും അതേ സമയം തന്നെ എല്ലാം ഒരേ സമയത്ത് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കണം. പുല്ലുമേഞ്ഞ് നടക്കുന്നു, അതിൻ്റെ ഇടയിൽ തന്നെ മിഥിത്വ, തൻ്റെ പേടയോട്, സ്ത്രീ മാനിനോട് ഇണചേർന്ന് രക്തം, അതിൽ ആസക്തി പൂണ്ടും അതേ സമയം തന്നെ ഷഡംഘ്രിഗണ സാമസു, ഷഡംഘ്രി എന്നാൽ 6 കാലുകളുള്ള വണ്ടുകളുടെ, സാമം എന്നാൽ പാട്ട് എന്നർത്ഥം, മൂളിപ്പാട്ടുകളിൽ ലുബ്ധകർണം, ചെവി ചേർത്തങ്ങനെ കാതുകൊടുത്തും അതേസമയം മുന്നിൽ അഗ്രേ, മുൻവശത്ത് അസുതൃപഃ, അസു എന്നാൽ പ്രാണൻ, മറ്റ് ജീവികളുടെ പ്രാണനെ തിന്നിട്ട് സ്വന്തം ആത്മാക്കളെ തൃപഃ, തൃപ്തിപ്പെടുത്തുന്ന വൃകാൻ, ചെന്നായ്ക്കളെ കാണുന്നു, പക്ഷേ അതിൽ അവിഗണയ്യ, ശ്രദ്ധിക്കാതെ യാന്തം, നടക്കുന്നതും. ഇതേ സമയം തന്നെ പെട്ടെന്ന് പൃഷ്ഠേ, പിൻവശത്ത് ലുബ്ധക ബാണഭിന്നം, ലുബ്ധകൻ ഒരു വേടന്റെ ബാണം, അമ്പേറ്റിട്ട് ഭിന്നം, പിളർന്നിരിക്കുന്നതുമായ ഒരു മൃഗം. മാനിനെ മനസ്സിലൊന്ന് മൃഗയാ, ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ എന്ന് രാജാവിനോട് പറയുകയാണ്. എല്ലാം ഒരു സമയത്ത് നടക്കുന്നതായിട്ട്. പുല്ലുമേഞ്ഞുകൊണ്ട് നടക്കുന്നു, അതേസമയം ഇണചേരുന്നു,
അതേസമയം തന്നെ വണ്ടുകളുടെ മൂളിപ്പാട്ടിൽ ലയിച്ചുകൊണ്ടിരിക്കുന്നു. മുന്നിൽ ചെന്നായ്ക്കളെ കാണുന്നുണ്ട്, മറ്റുള്ള മൃഗങ്ങളെ കൊന്നു തിന്നുന്നതും കാണുന്നുണ്ട്. എന്നിട്ടും ശ്രദ്ധിക്കാതെ, അതായത് ആ ചെന്നായ എന്നെ ഇപ്പോൾ പിടിച്ചു തിന്നേക്കും എന്ന് ശ്രദ്ധിക്കാതെ നടന്നകലുന്നതും, ആ സമയം തന്നെ വേടന്റെ അമ്പേറ്റ് പിൻഭാഗം പിളർന്നിരിക്കുന്നതുമായ ഒരു മാനിനെ സങ്കല്പിച്ചു നോക്കൂ. അടുത്തത് 54-ാമത്തെ ശ്ലോകമല്ല, ഗദ്യമാണ്. ആ ഗദ്യത്തിൽ സംസ്കൃതത്തിൽ തന്നെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പറയുകയാണ്. അത് വായിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ മലയാളവും പറയാം. സുമനഃ സമാനധർമ്മണാം സ്ത്രീണാം ശരണേ ആശ്രമേ. 53-ാമത്തെ ശ്ലോകത്തിൽ സുമനസാം ശരണേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സുമനഃ. സുമനഃ എന്നതുകൊണ്ട് ഇവിടെ പുഷ്പങ്ങൾ എന്ന് അർത്ഥം. സുമനഃ സമാനധർമ്മണാം, പുഷ്പങ്ങളോട് സാദൃശ്യം വഹിക്കുന്ന സ്ത്രീണാം, സ്ത്രീജനങ്ങളുടെ ആവാസസ്ഥാനമായ, ശരണേ എന്നതുകൊണ്ട് ആവാസസ്ഥാനമായ ആശ്രമേ, ഗൃഹത്തിൽ. ഇനി അടുത്ത് പറഞ്ഞത് ക്ഷുദ്രം ശരം എന്ന് പറഞ്ഞിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ പുഷ്പമധു ഗന്ധവത്. പുഷ്പം, പൂന്തേനും, പുഷ്പമധു എന്നാൽ പൂന്തേനും അതിൻ്റെ ഗന്ധവത് പൂമണവും പോലെ, ക്ഷുദ്രതമം നമ്മെ കുറച്ചു നേരത്തേക്ക് ആകർഷിക്കുന്ന, കാമ്യകർമ്മ വിപാകജം സകാമകർമ്മങ്ങളുടെ പരിണിത ഫലവും, ജൗഹ്യ ഔപസ്ഥ്യാദി കാമസുഖലവം. നമ്മുടെ ജിഹ്വ, നാവിന് സന്തോഷത്തെ കൊടുക്കുന്ന, ഉപസ്ഥം എന്നാൽ ജനനേന്ദ്രിയം, ജനനേന്ദ്രിയത്തെയും തൃപ്തിപ്പെടുത്തുന്ന കാമസുഖലവത്തെ, അതായത് വളരെ തുച്ഛമായ ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹം കുറേ നേരമായിട്ടുണ്ടാകും, പക്ഷെ കഴിക്കുന്നത് 5 മിനിറ്റ് കൊണ്ട് കഴിയും. അതോടെ വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത്രയും ആഗ്രഹിച്ച് അതേ ഭക്ഷണം കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെയാണ്. ഇതുപോലെ തന്നെയാണ് ജനനേന്ദ്രിയത്തെ തൃപ്തിപ്പെടുത്തുന്ന ലൈംഗിക സുഖവും. ഇതെല്ലാം ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ നേരത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനേ തോന്നുകയില്ല. ഇങ്ങനെ കാമസുഖലവം, കുറച്ചു നേരത്തേക്കൊരു സുഖം തരുന്ന ഇതിനെയൊക്കെ വിചിന്വന്തം, നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇത് താൽക്കാലികമായ സുഖമേ തരുള്ളൂ എങ്കിൽ പോലും അതറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നമ്മളിത് ആഗ്രഹിക്കുന്നു. വിശപ്പ് വരുമ്പോൾ വീണ്ടും ഭക്ഷണം ആഗ്രഹിക്കുന്നു. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭക്ഷണത്തോട് ഒരു മടുപ്പ് പോലും തോന്നും. പക്ഷേ അതേ ഭക്ഷണം പിന്നീട് വിശക്കുന്ന സമയത്ത് വീണ്ടും വേണമെന്ന് തോന്നും. ഇങ്ങനെ വളരെ തുച്ഛമായ നേരത്തേക്ക് മാത്രം മനസ്സിനെ രസിപ്പിക്കുന്നതാണ് ഭക്ഷണവും സംഭോഗരസവും ഒക്കെ. എന്നാൽ ഈ സുഖത്തെയാണ് മനുഷ്യൻ ഇങ്ങനെ ആഗ്രഹിച്ച് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇനി മിഥിത്വ എന്ന് പറഞ്ഞു, അതായത് സ്ത്രീകളോട് ഇണചേർന്ന്, മിഥുനീഭൂയ. രക്തം എന്ന് വെച്ചാൽ തദഭിനിവേശിത മനസം, അതിൽ അഭിനിവേശത്തോടുകൂടിയ ചിത്തത്തോടുകൂടി. ഷഡംഘ്രിഗണ സാമസു ലുബ്ധകർണം, ഷഡംഘ്രിഗണ സാമഗീതവത്. ഷഡംഘ്രിഗണം എന്നാൽ വണ്ടുകൾ. വണ്ടുകളുടെ സാമഗീതവത്, മൃദുഗാനത്തെ പോലെ മനുഷ്യന്റെ, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ മനം കവരുന്ന അതിമനോഹര വനിതാദി ജന ആലാപേഷു, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ സുന്ദരമായ വാക്കുകളിൽ, വാർത്താലാപങ്ങളിൽ അതിതരാം, കണക്കിലേറെ അതിപ്രലോഭിത കർണം, കൊതികൊള്ളുന്ന കർണങ്ങളോട് കൂടിയവനായി. കുടുംബത്തെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യനും വീട്ടിലേക്ക് ഓടി വരാൻ ആഗ്രഹിക്കുന്നത് തങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂടെ ഇരുന്ന് അവരുടെ കൊച്ചുവർത്തമാനങ്ങൾ കേൾക്കുക. ഇതിനെയാണ് വണ്ടുകളുടെ ആ മൂളിച്ച കേട്ട് ആകർഷിക്കപ്പെട്ടിരിക്കുന്ന എന്ന് പറഞ്ഞത്. ഇനി അഗ്രേ അസുതൃപഹ വൃഗാൻ അവിഗണയ്യ എന്ന് പറഞ്ഞത്, അഗ്രേ നമ്മുടെ കൺമുന്നിൽ
വൃകയൂഥവത് ചെന്നായ കൂട്ടം പോലെ ആത്മനഃ ആയുഹു ഹരതഃ അവനവന്റെ ആയുസ്സിനെ കവർന്നെടുത്തുകൊണ്ട് പോകുന്ന അഹോരാത്രാന്താൻ രാവിനെയും പകലിനെയും രാപ്പകലുകളായി അവസാനിക്കുന്ന കാലലവ വിശേഷാൻ കാലത്തിന്റെ അംശങ്ങളെ അവഗണയ്യ ശ്രദ്ധിക്കാതെ. അപ്പോൾ ചെന്നായ കൂട്ടത്തെ ശ്രദ്ധിക്കാതെ എന്ന് പറഞ്ഞത് നമ്മെ കവർന്നെടുക്കുന്ന ഓരോ രാപ്പകലുകൾ അവസാനിക്കുമ്പോഴും നമ്മുടെ ഓരോ ദിവസം ആയുസ്സിന്റെ ഓരോ ദിവസം ഹരിക്കുകയാണ്, ഇല്ലാതാവുകയാണ്. അതൊന്നും ശ്രദ്ധിക്കാതെ യാന്തം അവനവന്റെ ഗൃഹേഷു വിഹരന്തം വീട്ടിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്നവനായി. അതേസമയം പൃഷ്ഠേ ലുബ്ധഗബാണഭിന്നം പൃഷ്ഠതഃ ഏവ പിന്നിലൂടെ തന്നെ കാണാതെ പിന്തുടർന്നു വന്ന പരോക്ഷമായിട്ട് അനുപ്രവൃത്തഃ പിന്തുടർന്നു വന്ന ലുബ്ധകഃ അന്തകനാകുന്ന വേടൻ കൃതാന്തഃ ലുബ്ധകഃ കൃതാന്തഃ എന്നാൽ കാലൻ. ആ കാലൻ അന്തഃ ശരേണ കുഴലിൽ ഒതുക്കി വെച്ച ഗൂഢാസ്ത്രത്താൽ യം ഇഹ ഏതൊരുത്തനെ ഈ ലോകത്തിൽ അകലത്ത് നിന്ന് തന്നെ പരാവിദ്ധ്യതി എയ്ത് പിളർക്കുന്നുവോ. മരണം എന്നൊരു അവസ്ഥ ഉണ്ട് എന്ന ചിന്ത പോലുമില്ലാതെ ഈ ലോകത്ത് വിഹരിച്ച് നടക്കുന്ന ഒരാളെ മൃത്യു എവിടെ നിന്നെന്നറിയാതെ മൃത്യു വന്ന് അടുക്കുന്നതിനെയാണ് അസ്ത്രം വന്ന് പിളർന്നു എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള മൃഗയാ തം ഇമം ഭിന്ന ഹൃദയം അങ്ങനെയുള്ള ഈ നിർഭിന്ന ഹൃദയനായ അവനവനെ കുറിച്ച് ആത്മാനം അവനവനെ കുറിച്ച് അഹോ രാജൻ അല്ലയോ രാജാവേ അങ്ങ് ദ്രഷ്ടുമർഹസി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ എന്ന് മാനിനെ കുറിച്ച് പറഞ്ഞത്. ആ മാൻ നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. നമ്മുടെ ഈ അവസ്ഥയെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് അഹോരാജൻ അങ്ങ് ദ്രഷ്ടുമർഹസി ചിന്തിച്ചു കൊണ്ടിരിക്കണം, മനനം ചെയ്യണം. ഇതി എന്നതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉദ്യാനം എന്നതുകൊണ്ട് വിടർന്നു നിൽക്കുന്ന പൂക്കൾക്ക് സമാനമായ സൗന്ദര്യത്തോടുകൂടിയ സ്ത്രീകൾ വസിക്കുന്ന ഇടം, അതായത് ഗൃഹം. പൂക്കളുടെ സുഗന്ധവും ആ തേനും ലൗകിക സുഖങ്ങളാണ്. വണ്ടുകളുടെ മൂളിപ്പാട്ട് എന്നാൽ നാരീമണികളുടെയും മക്കളുടെയും ഒക്കെ കൊഞ്ചിക്കുഴയലാണ്. അവരുടെ ആ സംസാരം കേട്ടിരിക്കാനുള്ള ഒരു രസം. ചെന്നായ്ക്കൾ ആയുസ്സിനെ കവർന്നെടുക്കാൻ വരുന്ന അതിശക്തനായ കാലമാണ്. അപ്രകാരമുള്ള കാലത്തിന്റെ ഗതി എന്താണെന്ന് ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകിയ ഒരുവൻ ചിന്തിക്കുന്നില്ല. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ വേടന്റെ അസ്ത്രം പുറകിലൂടെ വരുന്നത്. അത് മൃത്യുവാണ്. എപ്പോഴാണ് വരിക എന്ന് പറയാൻ സാധിക്കില്ല. ഇങ്ങനെ മൃത്യു തൻ്റെ പുറകെ തന്നെ ഉണ്ടെന്ന് ഒരുവനും ചിന്തിക്കുന്നില്ല. അത് പിടികൂടുമ്പോൾ മാത്രമേ മനുഷ്യൻ അതിനെക്കുറിച്ച് അറിയുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സമയത്തെക്കുറിച്ച് ബോധവാനാകുന്നുള്ളൂ. മാൻ എന്ന് ഞാൻ വ്യംഗ്യമായി പറഞ്ഞത് ഓരോ മനുഷ്യനെ തന്നെയാണ്. ഇങ്ങനെ ആ സാരം പറഞ്ഞു കൊടുത്തിട്ട് രാജാവിനോട് വീണ്ടും പറയുകയാണ്. 55-ാമത്തെ ശ്ലോകം. സഹത്വം വിചക്ഷ്യ മൃഗചേഷ്ടിതം ആത്മനഃ അന്തഃ ചിത്തം മൃഗചേഷ്ടിതമാത്മനോ അന്തശ്ചിത്തം നിയച്ഛ ഹൃദി കർണധൂനീം ച ചിത്തേ ജഹി അംഗനാശ്രമം അസത്തമയൂഥഗാധം ജഹ്യംഗനാശ്രമം അസത്തമയൂഥഗാധം പ്രീണീഹി ഹംസശരണം വിരമ ക്രമേണ. ആത്മനഃ ഓരോ മനുഷ്യനും അവനവന്റെ ഉള്ളിലെ ഈ മൃഗചേഷ്ടിതം മൃഗീയ വികാരങ്ങളെക്കുറിച്ച് മൃഗീയ ചേഷ്ടകളെക്കുറിച്ച് വിചക്ഷ്യ ഒന്ന് ചിന്തിച്ചു നോക്കണം. വെറുതെ ഇരിക്കുമ്പോഴൊക്കെയുള്ള സാധന എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് പ്രത്യേകിച്ചൊരു സമയമൊന്നും വേണ്ട. എപ്പോഴൊക്കെ വെറുതെ ഇരിക്കുന്നുവോ അപ്പോഴൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് മനനം ചെയ്യാം.
എന്നിട്ട് രാജാവിനോട് പറയുകയാണ്, അങ്ങനെ ചിന്തിച്ചു നോക്കി സഹത്വം, അങ്ങനെയുള്ള താങ്കൾ അന്തഹാ ഹൃദി, അങ്ങയുടെ ഹൃദയത്തിനുള്ളിൽ ചിത്തം, ചിത്തത്തെയും ചിത്തേ, ആ ചിത്തത്തിൽ കർണധൂനീം ച, ശ്രവണേന്ദ്രിയത്തിൻ്റെ നദീപ്രവാഹം പോലെയുള്ള ബാഹ്യവൃത്തിയെയും നിയച്ഛ, നിയന്ത്രിക്കുക. ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു നിന്ന് നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളെയും അതിനെയെല്ലാം ചിത്തത്തിൽ കൊണ്ടുവന്ന് അടക്കുക, നിയന്ത്രിക്കുക. കൂടുതൽ ബാഹ്യമായ കാര്യങ്ങളിൽ മനസ്സിനെ വ്യാപരിക്കാൻ അനുവദിക്കാതിരിക്കുക. അതുപോലെ അസത്തമയൂഥഗാഥം, വീടുകളിലായാലും കുറച്ചു നേരം നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ അതൊക്കെ തന്നെ പല നെഗറ്റീവായ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അങ്ങനെ ദുർവൃത്തന്മാരുടെ സംഘം ചർച്ച ചെയ്യുന്ന അങ്കനാശ്രമം, ഈ ഗൃഹസ്ഥാശ്രമത്തെ, ഇത് പ്രാചീന ബർഹിസിനോട് അദ്ദേഹത്തിന്റെ പ്രായമായ സമയത്ത് പറയുന്നതാണ്, അല്ലാതെ യൗവനാവസ്ഥയിലല്ല. ഇനിയെങ്കിലും അങ്ങീ ഗൃഹസ്ഥാശ്രമത്തെ ജഹി, ഉപേക്ഷിക്കുക. എന്നിട്ട് ഹംസശരണം, പരമഹംസർക്കും ആശ്രയഭൂതനായ ഭഗവാൻ ശ്രീഹരിയെ പ്രീണീഹി, പ്രസാദിപ്പിക്കുക. ക്രമേണ വിരമ, അങ്ങനെ ക്രമത്തിൽ എല്ലാ വിഷയങ്ങളിൽ നിന്നും വിരമിച്ചാലും. 56-ാമത്തെ ശ്ലോകത്തിൽ രാജാവ് പറയുകയാണ്, ഞാൻ ഇതൊന്നും ഇത്രയും കാലം അറിഞ്ഞില്ല, ഇതൊന്നും ആരും പറഞ്ഞു തന്നില്ലല്ലോ. ഇത് നമ്മളും പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. എന്തിനാണ് ക്ഷേത്രങ്ങളിൽ പോകുന്നത്? ക്ഷേത്രങ്ങളിൽ പോയാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഓരോ രീതിയിലുള്ള നമ്മുടെ പ്രദക്ഷിണത്തിനും നമസ്കാരങ്ങൾക്കുമൊക്കെ എന്താണ് അർത്ഥം? ഇതൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ കൂടെയാണ് പല ആചാര്യന്മാരും പറഞ്ഞ് നാം കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊന്നും ആദ്യമേ ആരും പറഞ്ഞു കൊടുക്കാത്തത്? ഓരോ ക്ഷേത്രത്തിലും ഇതിനായിട്ടൊരാളെ വെക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ വെക്കാത്തത് കൊണ്ടല്ലേ നമ്മൾ ഇതൊന്നും അറിയാതെ പോയത്. ഇത് തന്നെയാണ് രാജാവ് ചോദിക്കുന്നത്. ശ്രുതം അന്വീക്ഷിതം ബ്രഹ്മൻ ഭഗവാൻ യത് അഭാഷത ന ഏതത് ജാനന്തി ഉപാധ്യായാഃ നൈതജ്ജാനന്ത്യുപാധ്യായാഃ കിം ന ബ്രൂയുഃ വിദുഃ യതി ബ്രൂയുർവിദുര്യതി. ഹേ ബ്രഹ്മൻ, അല്ലയോ നാരദ മഹർഷേ, ഭഗവാൻ സർവജ്ഞാനനിധിയായ അവിടുന്ന് യത് അഭാഷത, യാതൊന്ന് പറഞ്ഞുവോ അത് ഞാൻ ശ്രദ്ധയോടെ ശ്രുതം, കേട്ടു. അന്വീക്ഷിതം, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അതിശയിക്കുന്നത് ഇതാണ്, ഇത്രയും നാൾ എന്നെ പഠിപ്പിച്ച, പല കാര്യങ്ങളും പഠിപ്പിച്ച ഉപാധ്യായാഹ, എൻ്റെ ആചാര്യന്മാർ ഏതത്, ഈ അധ്യാത്മ തത്വത്തെയൊന്നും ന ജാനന്തി, അറിയുന്നില്ലേ? അങ്ങനെ അവർ വിദുഹു യതി, അറിഞ്ഞിരുന്നുവെങ്കിൽ കിം ന ബ്രൂയുഹു, എനിക്ക് പറഞ്ഞു തരേണ്ടതല്ലേ? അതെന്താണ് അവരാരും ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് പറഞ്ഞു തരാതിരുന്നത്? 57-ാമത്തെ ശ്ലോകം. സംശയഃ അത്ര സംശയോ അത്ര തു മേ വിപ്ര സംഛിന്നഃ തത്കൃതഃ സംഛിന്നസ്തത്കൃതോ മഹാൻ ഋഷയഃ അപി ഋഷയോപി ഹി മുഹ്യന്തി യത്ര ന ഇന്ദ്രിയവൃത്തയഃ നേന്ദ്രിയവൃത്തയഃ. ഹേ വിപ്ര, അല്ലയോ മഹർഷേ, അത്ര, ഈ ഒരു വിഷയത്തിൽ, തത്കൃതഃ, എൻ്റെ ആചാര്യന്മാർ എന്നിൽ ഉണ്ടാക്കി വെച്ച മേ മഹാൻ സംശയഃ തു, എൻ്റെ വലിയ സംശയങ്ങളൊക്കെ അങ്ങയാൽ സംഛിന്നഃ, വേരറുക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് അതിൻ്റെ വേരറുത്ത് എൻ്റെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു. എന്നാൽ എനിക്ക് തോന്നുന്നു അത്ര തു, ഈ ആധ്യാത്മിക വിഷയത്തിൽ, ഋഷയഃ അപി, എൻ്റെ ആചാര്യന്മാരായിരുന്ന വേദമന്ത്രങ്ങളൊക്കെ നന്നായി പഠിച്ച് ഉരുവിടുന്ന അവർ പോലും മുഹ്യന്തി, നേരാംവണ്ണം മനസ്സിലാക്കിയിട്ടില്ല, അവർക്ക് പോലും പല കാര്യങ്ങളും അറിയില്ല എന്ന് തോന്നുന്നു. ഹി, എന്തെന്നാൽ, യത്ര, ഈ ഒരു വിഷയത്തിൽ, ഇന്ദ്രിയവൃത്തയഃ,
നമ്മുടെ പഞ്ചേന്ദ്രിയ വൃത്തികളൊന്നും തന്നെ ഫലപ്രദമല്ല. കാരണം അങ്ങീ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിഞ്ഞനുഭവിക്കേണ്ടതല്ല. അതുകൊണ്ടായിരിക്കണം എൻ്റെ ആചാര്യന്മാർ, എന്നെ പഠിപ്പിച്ച ആചാര്യന്മാർ ഇതൊന്നും അറിയാതെ പോയതും. അതുകൊണ്ട് ഞാനും ഈ കാര്യത്തിൽ ഒന്നും അറിയാത്തവനായി മൂഢനായി തുടർന്നു വന്നു. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.